ഞാൻ ഒന്ന് കൊടിക്കൽ സുരേഷിലേക്ക് പോവുകയാണ്. ശ്രീ കൊടിക്കുന്നിൽ സുരേഷ്, അങ്ങ് ഈ സമരവേദിയിൽ ഉണ്ടായിരുന്ന ആളാണ്. അങ്ങേക്കും ഈ പോലീസിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? രാഹുൽ ഗാന്ധി അടക്കം KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളെ വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ചയാണ് അവിടെ കണ്ടിരിക്കുന്നത്. ഞാനിപ്പോ 4 മണിക്കൂറായിട്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. ഏത് പോലീസ് സ്റ്റേഷനിലാണ്? ഞാൻ കാപ്പസേക എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനുണ്ട്. ഹരിയാന അതിർത്തിയിലാണ്. ഡൽഹി ഹരിയാന ബോർഡറിലുള്ള പോലീസ് സ്റ്റേഷനാണ്. 4 മണിക്കൂറായിട്ട് ഞാനുൾപ്പെടെ 4 MP കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അങ്ങേക്കൊപ്പം വേറെ ഏതൊക്കെ MP-മാരാണ്? എന്തോ അങ്ങേക്കൊപ്പം വേറെ ആരൊക്കെയാണ് ഉള്ളത്? മഹാരാഷ്ട്രയിൽ നിന്നുള്ളൊരു MP ഉണ്ട്, ഹരിയാനയിൽ നിന്നുള്ളൊരു MP ഉണ്ട്, അതുപോലെ തന്നെ മറ്റേ തെലങ്കാനയിൽ നിന്നുള്ളൊരു MP ഉണ്ട്, പിന്നെ കുറെ കോൺഗ്രസ് നേതാക്കന്മാരുണ്ട്, MLA-മാരുണ്ട്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളത് MLA ഉൾപ്പെടെയുള്ള ഞങ്ങൾ 10-15ഓളം പേരെയാണ് 4 മണിയോട് ഈ സ്റ്റേഷനിൽ കൊണ്ടുവന്നിട്ട് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇതുവരെ ഞങ്ങളെ റിലീസ് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പോലീസ് ബലപ്രയോഗത്തിലൂടെയാണ് ഞങ്ങളെ പിടിച്ച് വലിച്ച് കയറ്റിയത്, പോലീസ് വാനിൽ കയറ്റിയത്. ഞങ്ങൾ പറഞ്ഞ് സമരം തീർത്തിട്ടില്ല, സമരം നടന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ഞങ്ങളിപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കേൾക്കാതെ ഒരു കൂട്ടം പോലീസുകാർ വളഞ്ഞ് പിടിച്ചകത്ത് അത് ഇവിടെയാണ്. ഞങ്ങളെ അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി വീടിന്റെ അടുത്തുനിന്നാണ്. അവിടെ തന്നെ പോലീസ് സ്റ്റേഷനുണ്ട്, അതുപോലെ ചാണകപ്പുരി പോലീസ് സ്റ്റേഷനുണ്ട്, പോലീസ് സ്റ്റേഷനുണ്ട്. അവിടെയൊന്നും പലയിടത്തേക്കായി നേതാക്കളെ കൊണ്ടുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങയുടെ ശബ്ദം ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്. ഏതായാലും കസ്റ്റഡിയിലാണ് ഉള്ളത്. കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് ഇപ്പോൾ ഹരിയാന ബോർഡറിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നും നമ്മളോട് ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.